Xylem Learning Ardra Misade. നമ്മൾ geography second chapter land, soil, water, natural vegetation and wildlife resource ലെ കുറച്ച് important ആയിട്ടുള്ള MCQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ആണ്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ലാൻഡ് ഈസ് among the most important natural resources, okay, and it covers only about -% of the total area of the earth's surface. അതായത് നമ്മൾ ഏർത്തിലല്ലേ, നമ്മൾ ഏർത്തിന്റെ എത്ര % ആണ് ലാൻഡ് എന്ന് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. എത്രയാണ് ഓപ്ഷൻസ് നോക്കിയോ. എ എന്താണ്, ഓപ്ഷൻ എ എന്താണ്, 40% ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. യെസ്, എത്രയാണ് 40% ആണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഓപ്ഷൻ ബിയിൽ എന്താ പറയുന്നത് 50% ആണെന്ന് പറയുന്നുണ്ട്. ആണോ? അല്ല. ഓപ്ഷൻ സിയിൽ എന്താ പറയുന്നത് 70% ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് 30% ആണല്ലേ. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരുന്നു? എത്ര % ഉണ്ടായിരുന്നു? യെസ്, 30% ആണല്ലേ. യെസ്, ഏർത്തിന്റെ ടോട്ടൽ ഏരിയന്റെ 30% ആയിരുന്നു എന്തുള്ളത്, ലാൻഡ് അല്ലേ. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ് ഓപ്ഷൻ ഡി 30% അല്ലേ. യെസ്, ഓപ്ഷൻ ഡി 30%. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാഷ് ലാൻഡ്സ് ആർ ഓൾസോ കോൾഡ് കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് അല്ലെ. ഏതോ ഒരു ടൈപ്പ് ഓഫ് ലാൻഡ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്, കോമൺ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അത് ഏത് ടൈപ്പ് ലാൻഡ് ആയിരുന്നു? ഓപ്ഷൻസ് നോക്കിക്കോ. എ പ്രൈവറ്റ് ലാൻഡ്സ് ആയിരുന്നോ, കമ്മ്യൂണിറ്റി ലാൻഡ് ആണോ, ഗവൺമെന്റ് ലാൻഡ് ആണോ, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ ഒന്നുമല്ലേ, നൺ ഓഫ് ദി എബോവ് ആണോ? ഏതായിരുന്നു കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ലാൻഡ് ഏതായിരുന്നു? യെസ്, ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ലാൻഡ് ആണ് അല്ലേ. യെസ്, എന്താണ് ഓപ്ഷൻ ബി കമ്മ്യൂണിറ്റി ലാൻഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി ഒരു ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ യെസ് ഒരു പേഴ്സൺ ആയിരിക്കില്ല ഇതിന്റെ അതോറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു കമ്മ്യൂണിറ്റിക്ക് മൊത്തത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കമ്മ്യൂണിറ്റി ലാൻഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, യെസ് കമ്മ്യൂണിറ്റി ലാൻഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. യെസ്, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ആനുവൽ എക്സാമിനൊക്കെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. യെസ്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. The thin layer of grainy substance covering the surface of the earth is called, നമ്മൾ എർത്ത് സർഫേസിൽ അല്ലെ ഗ്രെയിനി സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അത് നമ്മൾ എന്തോ പേരിൽ വിളിക്കുന്നുണ്ട്. എന്തായിരുന്നു ആ പേര്? ലാൻഡ് എന്നായിരുന്നു അതിന്റെ പേര്, അല്ലെങ്കിൽ റോക്ക് എന്നായിരുന്നു നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്? ഓപ്ഷൻ സി റോക്ക് ആണോ, അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ, സോയിൽ ആയിരുന്നു അല്ലെ. സോയിലിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്, ഗ്രെയിനി സബ്സ്റ്റൻസ് കവറിങ് ദ സർഫേസ് ഓഫ് ദ എർത്ത് അല്ലേ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ലാൻഡ് അല്ല, റോക്ക് അല്ല, എന്താണ്? സോയിൽ ആണല്ലേ. യെസ്, സോയിൽ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, സോറി ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ ബി സോയിൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ ആണ് നമ്മൾ പറഞ്ഞു. ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആണ് നിങ്ങൾക്ക് S8 CBSE മക്കൾക്ക് വേണ്ടിയിട്ട് യോധ ബാച്ചിലൂടെ സൈലം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും വന്നിട്ട് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. നമ്മളെല്ലാവരുമാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൃത്യമായിട്ടുള്ള യൂണിറ്റ് ടെസ്റ്റുകൾ, ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, അതിൻ്റെ ഡിസ്കഷൻ, MCQs, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നമ്മൾ യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കാം. ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കണ്ട നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? ദ മാസ് മൂവ്മെന്റ് ഓഫ് റോക്ക് ഡെബ്രിസ് ഓർ എർത്ത് ഡൗൺ എ സ്ലോപ്പ് ഇസ് കോൾഡ് ഡാഷ്. എന്തോ ഒന്നിനെ നമ്മൾ ഈ പേര് വിളിക്കുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു, എന്തിനായിരുന്നു? മാസ് മൂവ്മെന്റ് ഓഫ് റോക്ക് ഡെബ്രിസ് അല്ലേ. എല്ലാം കൂടെ മേലേന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടായി, താഴേക്ക് ഇങ്ങനെ കുത്തിനെ ഒലിച്ചു വരുന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായി. എന്തായിരുന്നു അതിനെ നമ്മൾ വിളിക്കുന്നത്? എർത്ത് ക്വേക്ക് ആണോ? അല്ല, എർത്ത് ക്വേക്ക് അല്ല അല്ലേ. യെസ്, എർത്ത് ക്വേക്ക് അല്ല. സുനാമി ആയിരുന്നു? അല്ല, ഉറപ്പായിട്ട് സുനാമി അല്ല. നൺ ഓഫ് ദി അബോവ് എന്ന് പറയുന്നുണ്ട്. നൺ ഓഫ് ദി അബോവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണ്, ഇതിലൊരു ഓപ്ഷൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടല്ലേ. ഏതാണ്? ലാൻഡ് സ്ലൈഡ് അല്ലേ. യെസ്, ദ മാസ് മൂവ്മെന്റ് ഓഫ് റോക്ക് ഡെബ്രിസ് ഓർ എർത്ത് ഡൗൺ എ സ്ലോപ്പ് ഈസ് കോൾഡ് ലാൻഡ് സ്ലൈഡ് അല്ലേ. അപ്പൊ അതിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ലാൻഡ് സ്ലൈഡ് അല്ലേ. യെസ്, ലാൻഡ് സ്ലൈഡ് ആണ്. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു MCQ ആണ്. ഒരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയോ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഫറെന്റ് ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ alternate rows. ഓക്കെ, എന്താണ് alternate rows and are sown at different times to protect the soil from rain wash. ഇതിന്റെ പേര് എന്താണെന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു? നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. എന്തായിരുന്നു? മിക്സഡ് ക്രോപ്പിംഗ് ആണോ? അല്ല.
ക്രോപ്പ് റൊട്ടേഷൻ ആണോ? അല്ല. എന്തായിരുന്നു? ഇന്റർ ക്രോപ്പിംഗ് ആയിരുന്നു അല്ലേ? നൺ ഓഫ് ദി അബവ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇന്റർ ക്രോപ്പിംഗ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ഇവിടെ ഇന്റർ ക്രോപ്പിംഗ് എന്ന് പറയാൻ കാരണം അൾട്ടർനേറ്റ് റോസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, എന്താണ്? അൾട്ടർനേറ്റ് റോസ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, യെസ്, അൾട്ടർനേറ്റ് റോസ് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്റർ ക്രോപ്പിംഗ് നിങ്ങളെ മൈൻഡിലേക്ക് വരണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ്, ഇന്റർ ക്രോപ്പിംഗ്. ഓക്കെ, ഇന്റർ ക്രോപ്പിംഗ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQs ആൻഡ് അതർ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ യോധ ബാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാ മക്കളും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.